ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. ഹോപ്പ് യു ആൾ ആർ ഡൂയിങ് ഗ്രേറ്റ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നാളത്തെ ദിവസം നമുക്ക് നന്നായിട്ട് പ്രൊഡക്റ്റീവായിട്ടൊക്കെ ചെയ്യണം. കുറേ ദിവസമായി ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്നു, കുറേ കാര്യങ്ങൾ പെൻഡിങ് ആണ് ഇപ്പോഴും. പക്ഷെ നമുക്ക് പയ്യെ പയ്യെ ഓരോന്നോരോന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ തലേന്ന് തന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ എനിക്ക് പിറ്റേന്നത്തേക്ക് ചിക്കൻ്റെ എന്തെങ്കിലുമൊക്കെ ഡിഷസ് ഉണ്ടാക്കണമെങ്കിൽ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പണി തീർത്തു വെച്ചു. പിന്നെ ഞാൻ മീൽ പ്ലാനൊക്കെ പ്രിപ്പയർ ആക്കി വെക്കാറുണ്ട്, പക്ഷേ റൂം മാറിയിട്ട് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതൊക്കെ നമുക്ക് പയ്യെ പയ്യെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ വെൽക്കം ടു നെക്സ്റ്റ് ഡേ. അപ്പോൾ ഇന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇന്നത്തെ ഡേ നമുക്ക് നല്ല പ്രൊഡക്റ്റീവായിട്ട് നോക്കാം. അപ്പോൾ രാവിലെ തന്നെ ഉറങ്ങി എഴുന്നേറ്റു, ബെഡ് മേക്കിംഗ് ആണ്. ഇനി ഈ ഫിഷ് ടാങ്ക് ഞാൻ കഴിഞ്ഞ കുറേ വീഡിയോസിലായി കാണിക്കുന്നു. അപ്പോൾ അതിന് ഫുഡൊക്കെ കൊടുത്തിട്ട് അങ്ങനെ കുറച്ച് നേരം അവർ ഫുഡൊക്കെ കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കട്ടെ. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. പിന്നെ ഞാൻ എന്തെങ്കിലും കുക്ക് ചെയ്യുമ്പോഴും ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ എന്തെങ്കിലും സോങ്സൊക്കെ വെച്ച് ഇങ്ങനെ കേട്ടിട്ടാണ് ചെയ്യുക. അപ്പോൾ എനിക്ക് കൂടുതലും മടിയൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ നന്നായിട്ട് റിലാക്സ് ആയിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്തൊക്കെ ചെയ്യാൻ പറ്റും. ഇങ്ങനെ എന്നെ പോലെ ഉള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയുക, നമുക്ക് നോക്കാം എത്ര പേര് ഇങ്ങനെ സെയിം ക്യാരക്ടർ ഉള്ളവരുണ്ടെന്ന്. അപ്പോൾ ഞാൻ ഇന്ന് ലഞ്ച് പ്രിപ്പയർ ചെയ്യാൻ ഇന്നലെ ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്തത് കൊണ്ട് തന്നെ ഇന്ന് ഫസ്റ്റ് ഡേ ആണ് കുക്കിംഗ്. അതുകൊണ്ട് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ടൈം ആണ് ഞാനിങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ബിരിയാണി ഉണ്ടാക്കുന്നത്. പക്ഷേ അടിപൊളിയായിരുന്നു ഔട്ട്കം. പക്ഷെ എനിക്ക് ഇതിലും കൂടുതൽ ഇഷ്ടം ഞാൻ നോർമൽ ഉണ്ടാക്കുന്ന ബിരിയാണി തന്നെയാണ്, സത്യം പറയാലോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇങ്ങനെ വെറുതെ ഇരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് അങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റില്ല. ഇന്നത്തെ ദിവസം നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് ഹെയർ കെയർ ചെയ്യണം. അപ്പോൾ ഞാനിന്ന് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ കണ്ടുവരുന്ന ആചാരമാണിത്. പക്ഷേ ഇന്ന് എന്തായാലും ചെയ്യണമെന്ന് വിചാരിച്ചു. കാരണം കുറേ ദിവസമായി ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഹെയർ പാക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോർമലി കുറേ പേരൊക്കെ ചെയ്യുന്നതായിരിക്കാം മേ ബി, കാരണം ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ളൊരു സംഭവമാണിത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അനിയൻ എടുക്കുക, അതിനുശേഷം നന്നായിട്ട് മിക്സിയിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. ഞാൻ കുറച്ച് വാട്ടർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, കാരണം കുറച്ച് വാട്ടർ ഉണ്ടെങ്കിലാണ് കുറച്ചെങ്കിലും നമുക്കതിൻ്റെ ഫൈനൽ കിട്ടുള്ളൂ. അപ്പോൾ അത് എടുത്തിട്ട് നന്നായിട്ട് തലയിൽ കോക്കനട്ട് ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്തതിന് ശേഷം നന്നായിട്ട് നമ്മുടെ ഹെയറിലൊക്കെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്ത് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വയ്ക്കുക. ഹലാടെ ഹെയറിൽ ഞാനൊന്നും ചെയ്യാറില്ല, ജസ്റ്റ് ഓയിൽ മാത്രമാണ് അപ്ലൈ ചെയ്യാറുള്ളൂ. അപ്പോൾ അതിരിക്കുന്ന ടൈമിൽ നമുക്കൊരു ഫേസ് പാക്ക് റെഡിയാക്കാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കോഫി പൗഡർ എടുക്കുക, ഏത് കോഫി പൗഡർ ആണെങ്കിലും കുഴപ്പമില്ല. അതിനുശേഷം കുറച്ച് അധികം ഷുഗർ ആഡ് ചെയ്തിട്ട് കുറച്ച് വാട്ടർ ആഡ് ചെയ്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം. ബ്ലെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ബ്ലെൻഡ് ചെയ്യണം, കാരണം എന്നാലാണ് അതിൻ്റെ ഒരു എഫക്റ്റ് നമ്മുടെ ഫേസിൽ കിട്ടുള്ളൂ. അതിനുശേഷം ഫേസിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഫുൾ അപ്ലൈ ചെയ്യുന്ന രൂപം ഞാൻ കാണിക്കുന്നില്ല, ചിലപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്തരത്തിൽ നിർത്തുകയാണ്. അപ്പോൾ ഇനി അടുത്ത പണി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചധികം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എടുത്ത് നന്നാക്കി ഫ്രിഡ്ജിലൊന്ന് സ്റ്റോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ നമുക്ക് എളുപ്പമായിരിക്കും. ജസ്റ്റ് വാഷ് ചെയ്ത് ഒരു ടിഷ്യൂവിൽ വെച്ചിട്ട് നന്നായിട്ട് വൈപ്പ് ചെയ്തിട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം ഇരിക്കും. നമുക്കൊരു 1 വീക്കൊന്നും ആവശ്യമില്ലെങ്കിലും ഒരു 3 to 4 days ഒക്കെ നമുക്ക് എന്തായാലും ഇരിക്കും. അപ്പോൾ അത് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കുറച്ചധികം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുള്ളിയൊക്കെ നന്നാക്കിയിട്ട് ഇങ്ങനത്തെ ടൈറ്റ് കണ്ടെയ്നേഴ്സിൽ എടുത്തു വെച്ചു. ഇതൊക്കെ ഞാൻ തെമൂന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. അതൊക്കെ നല്ല യൂസ്ഫുൾ പ്രൊഡക്റ്റാണ്. നമുക്ക് ആവശ്യത്തിനുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇട്ടിങ്ങനെ വയ്ക്കാൻ പറ്റും.
ഒരു ഡേ ഒരു സുലൈമാനിയിൽ നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ എനിക്ക് പറ്റുന്ന പോലെ കുറേയൊക്കെ പയ്യെ പ്രൊഡക്റ്റീവ് ആവാൻ ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.